വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് മലപ്പുറത്തുകാരി എന്നും കൊല്ലത്തുകാരി എന്നും ഒക്കെ സംശയവും അഭിപ്രായ വ്യത്യാസവുമുള്ള ആസിയ താത്ത എന്നു പേരായ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ആ സ്ത്രീ ഇപ്പോൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ഹിന്ദു മതം സ്വീകരിച്ച് തുണി ഉരിയൽ നടപടിക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇത് ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ ഈ സ്ത്രീ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇസ്ലാമിനെയാണ് ആ സ്ത്രീ ആദ്യം കുറ്റം പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു മാത്രമല്ല മാതാപിതാക്കൾ പുറത്താക്കി, മഹലിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ തോന്നിവാസം ചെയ്യുമ്പോൾ അതൊന്നും ഉണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പിന്തുണയാണ് എനിക്കിപ്പോൾ ആകെ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ മക്കളുടെയും. അപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ ഭർത്താവ് അത്രമാത്രം ഒരു പെൺകോന്തെന്ന് മാത്രം പറയാൻ പറ്റില്ല. അത്രമാത്രം അധപ്പതിച്ച ഒരു പുരുഷന് മാത്രമേ അവളെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയൂ. അതല്ലാതെ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ കൊണ്ടു നടക്കാൻ സാധ്യമല്ല. കാരണം നമ്മളൊക്കെ പറയാറുണ്ട്, മൃഗങ്ങൾ ആലോചിച്ച് നോക്കി, ആ മൃഗങ്ങൾ അവരുടെ സ്വന്തം കാഷ്ടം ഭക്ഷിക്കാറില്ല, ലോക ജീവിതത്തിലില്ല. കാഷ്ടം മണത്തു നോക്കുന്ന പതിവുണ്ടെങ്കിലും ആ കാഷ്ടം ഭക്ഷിക്കുന്ന സ്വഭാവമില്ല. പക്ഷേ ഈ പറയുന്ന നില നമ്പ്യാർ എന്ന് പേരായ ആ സ്ത്രീ അവരുടെ മലം ഭക്ഷിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്തിനു വേണ്ടി? പണം കിട്ടുക, റീച്ച് കിട്ടുക, ഇത് മാത്രമാണ്. അല്ലാതെ ആളുകൾക്കിടയിൽ എന്തുണ്ടാകുന്നു, അവമതിപ്പുണ്ടാകുന്നു, അതൊന്നുമല്ല അവളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, അതിപ്പോൾ ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു വാക്കാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഉലായിക കൽ അൻഹാമി ബൽഹും അദല്ല് ഉലായിക ഹുമുൽ ഗാഫിലൂൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തരം താഴ്ന്നാൽ അത് മൃഗങ്ങളെക്കാളും താഴ്ന്നു എന്ന് മാത്രമല്ല, എന്തുമാത്രം അശ്രദ്ധയോടെ എന്ന് പറഞ്ഞാൽ അവിവേകിയായി തീർന്നിരിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ എന്താ ഇത്രയൊക്കെ ദുഷിച്ചിട്ട് അവളുടെ ഭർത്താവാണെന്ന് പറയുമ്പോൾ തന്നെ അവൾ പ്രൊഫൈലിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ ഡിവോഴ്സ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നാണ്. മാത്രമല്ല അവൾ ആദ്യമേ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ തോന്നിവാസത്തിനും ഈ കാഷ്ടത്തീറ്റക്കും എനിക്ക് എല്ലാവിധ തണലും സഹായവും നൽകുന്നത് ഈ ഭർത്താവാണ് എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊരു ഭർത്താവായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. കാരണം നമ്മളൊക്കെ സാധാരണ ഇത്തരത്തിലുള്ള തോന്നിവാസം പറഞ്ഞാൽ ഏത് ഭർത്താവാണ് പിന്നീട് എന്ത് ശിഖണ്ഡി നപുംസകം എന്നൊന്നും പറഞ്ഞാൽ സാഹിത്യത്തിൽ അതിനൊന്നും ഒരു പേര് മതിയാകില്ല. അത്രമാത്രം ദുഷിച്ച ഒരു വേർഡ് കണ്ടെത്തേണ്ടി വരും ആ സ്ത്രീയെ ഉപയോഗിക്കാൻ വേണ്ടി. ഇന്ന് നിലവിൽ മലയാള പദത്തിലോ ലോകത്ത് ഒരു ഭാഷയിലും ഒരു പദവും കണ്ടെത്തുക സാധ്യമല്ല. അത്രയ്ക്ക് ദുഷിച്ചിരിക്കുന്നു. അതിനുവേണ്ടി അവൾ സ്വാഭാവികമായിട്ടും മഹലിനെ കുറ്റപ്പെടുത്തുന്നു, അവളുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നു, അവൾ വളർന്നു വന്ന മതത്തെ കുറ്റപ്പെടുത്തുന്നു. നോക്കട്ടെ, എല്ലാത്തിനെയും അവൾക്ക് കുറ്റമാണ്. കാരണം എന്താ? അവളുടെ ഈ തുണി അഴിക്കൽ പരിപാടിക്ക് പച്ചക്കൊടി കാട്ടാത്ത ഒറ്റ കാരണത്താലാണ് എല്ലാവരെയും അവളിങ്ങനെ മോശമാക്കി ചിത്രീകരിക്കുന്നത്. പിന്നെ ഈ നപുംസകം ഭർത്താവ് എന്ന് പറയുന്ന ഓനക്ക് പൈസ കിട്ടും, റീച്ചാവും, എന്നിട്ട് എന്തിനു വേണ്ടി ഒന്ന് സിനിമയിൽ ഒരു ചാൻസ് കിട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഓള്. അപ്പോൾ ഇത്തരത്തിലുള്ള വൾഗർ ഏതെങ്കിലും കഥാപാത്രം കിട്ടുക എന്നുണ്ടെങ്കിൽ ഓളെ ഉപയോഗിച്ചോളി എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നൊക്കെയുള്ള സിനിമകൾ കുറച്ച് സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തരം താഴ്ന്ന അപ്പിയിടുന്ന ഇത്രമാത്രം മോശമായിട്ടുള്ള ഒരു സ്ത്രീയെ ഒന്നും ഒരു സിനിമയിൽ എടുക്കുന്നതോടുകൂടെ തന്നെ ആ സിനിമ എന്താ പറയുക 8 നിലയിൽ പൊട്ടിക്കളയും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമക്കാരും ഇപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ യൂട്യൂബേഴ്സിന് റീച്ച് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവളുടെ ആ നഗ്നതയെക്കുറിച്ചും അവരുടെ ഈ ലെവലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി കുറേ ആളുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത്ര മാത്രമേ അതിന് വില കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നല്ല മുസ്ലിം കുടുംബത്തിൽ പിറന്നതിന് ശേഷം തൻ്റെ തോന്നിവാസങ്ങൾക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് അവൾ ആ മതത്തെ കൈയൊഴിഞ്ഞു. അതുവഴി ആ മതത്തെയും കുടുംബത്തെയും ഒക്കെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ പേരാണോ നമ്പ്യാരി എന്ന് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചൊക്കെ നിയമപ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത്ര മാത്രമുള്ള എന്തുമാത്രം അധപ്പതിച്ച ഒരു എന്താ പറയുക മാലിന്യ കൂമ്പാരത്തിലാണ് ഈ സ്ത്രീ ചെന്നുപെട്ടിട്ടുള്ളത്. എന്തിനു വേണ്ടി? ഞാൻ എൻ്റെ കുട്ടികളെയും എൻ്റെ ഭർത്താവിനെയും പുലർത്താൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭർത്താവ് എന്താണ്, അസുഖമായിട്ട് കിടക്കുകയാണോ,
അതോ തീരാ രോഗത്തിൻ്റെ പിടിയിലാണോ? അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെയും സമ്മതിക്കാം. അതോടൊപ്പം തന്നെ കുട്ടികൾ തീരാ ദുഃഖിതരാണോ, മാറാ രോഗത്തിൻ്റെ പിടിയിലാണോ, ഒരു ഗതിയുമില്ലാതെ താൻ തൻ്റെ അടിവസ്ത്രം ഊരി കാഴ്ചവെക്കേണ്ട ഗതികേടിലാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് പിന്നെയും സമ്മതിച്ചു കൊടുക്കുക. അത് സമൂഹത്തെ തന്നെ നമ്മൾക്ക് ചിലപ്പോൾ കുറ്റപ്പെടുത്തേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കാൻ, തീ പുകയാൻ കൊണ്ടുവരാൻ ആരുമില്ല, അപ്പം എനിക്ക് എൻ്റെ ഉടുവസ്ത്രം അഴിച്ച് ജീവിക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റില്ല. കാരണം അങ്ങനെയൊക്കെ ലോകത്ത് കാണുന്നുണ്ട്. അതല്ല, സ്വാഭാവികമായിട്ടും എല്ലാ നിലക്കും അങ്ങനെയൊന്നുള്ള അവസ്ഥയിൽ ഭർത്താവുണ്ടല്ലോ. ആ ഭർത്താവ് ഇന്നൊരു കൂലിപ്പണിക്ക് പോയാൽ, ഈ പെണ്ണിന് വേറെ എന്തെങ്കിലും മാന്യമായ ജോലിക്ക് പോയാൽ, കുറച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തായാലും മാന്യമായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു കുടുംബം ലോകത്ത് ഇങ്ങനെ തന്നെയല്ലേ ആളുകൾ? 200 കോടി ജനങ്ങളിൽ 100 കോടിയിലേറെ സ്ത്രീകളുണ്ട്. അപ്പോൾ ഈ സ്ത്രീയെ പോലെ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ? ഉണ്ടായാലുള്ള സ്ഥിതി എന്താണ്? ഇപ്പം ഇതുപോലെ തന്നെ ഇവിടെ വഴിയിലേക്ക് വരുന്ന ജാമിത, അതുപോലെ തന്നെ ഇപ്പോൾ ജസ്ന സലീം തുടങ്ങിയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇവളെ കണ്ടിട്ട് ഇങ്ങനെ പുറപ്പെടുകയാണ്. പക്ഷേ അവരുടെ കച്ചവടങ്ങളൊക്കെ ഇപ്പോൾ വെള്ളത്തിലായിക്കാണ് എന്നാണ് കേൾക്കുന്നത്. റീച്ച് കുറഞ്ഞ് ജാമിത ഇപ്പോൾ സ്വന്തം വണ്ടി വരെ വിൽക്കാൻ ഒരുങ്ങിയ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനോട് പ്രതികരിക്കേണ്ടി വന്നു എന്നതാണ്. അതുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.